പിണറായി വിജയനെ പോലീസ് മർദ്ദിച്ച ഒരു കഥ ഞാൻ ഈയിടെ ഒരിടത്ത് ഞാൻ വിവരിക്കുകയുണ്ടായി. അത് പിണറായി തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹം മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു രാത്രി പോലീസ് പിടിച്ചുകൊണ്ട് പോയിട്ടേ കണ്ണൂരില് അവിടെ പോലീസിന്റെ ലോക്കപ്പിൽ ഇട്ടിട്ട് ഇടിക്കുകയാണ് 2 പോലീസുകാർ. ഇടിച്ചിട്ടെങ്കിൽ ഇദ്ദേഹത്തിനൊരു കുലുക്കോ ഇല്ല. അപ്പോഴത്തേക്ക് ഇടിച്ച് ക്ഷീണിച്ച് 2 പോലീസുകാർ മാറിയിട്ട് വേറെ 2 പോലീസുകാർ വരുന്നു. വെളുക്കോളം ഇടിച്ചു. അവസാനം പിണറായി വിജയൻ തളർന്നു വീണു. തളർന്നു വീഴുന്നത് വരെ അവരിടിച്ചു. അത്രയ്ക്ക് അദ്ദേഹത്തിന് സ്റ്റാമിനയൊക്കെ ഉണ്ടായിരുന്നിരിക്കണം. ആ ദേഷ്യത്തോടു കൂടിയാണ് ഇടിക്കുന്നത്. അങ്ങനെ 2ഓ 3ഓ സംഘങ്ങളെയാണ് പിണറായി വിജയനെ ലോക്കപ്പിലിട്ട് ഇടിക്കാൻ വേണ്ടി തന്നെ നിയോഗിക്കുന്നത് അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥർ. ഞാൻ അവരുടെ ഒന്നും പേര് പറയുന്നില്ല, കുറച്ചൊക്കെ എനിക്കറിയാം, പറയുന്നില്ല. എന്നിട്ട് അതേ പിണറായി വിജയന്റെ കാലത്താണ് അദ്ദേഹത്തിന്റെ രക്ഷാപ്രവർത്തനം എന്ന് വിശേഷിപ്പിച്ച ഈ സംഭവം ഉണ്ടാകുന്നത്. അദ്ദേഹത്തിന്റെ അംഗരക്ഷകർ തന്നെയാണ് അടിക്കുന്നത്. അടി ഭീകരം തന്നെയാണ്. കുറെ കുട്ടികളാണ് അംഗപ്രതിക്കുന്നത്. അവരെന്ത് കുറ്റം ചെയ്താലും ശരി അങ്ങനെ മർദ്ദിക്കേണ്ട കാര്യമില്ല. അത് ഉപയോഗിക്കരുതാത്ത ലാത്തി ചാർജിൽ ഉപയോഗിക്കരുതാത്ത ലാത്തി വടി ഉപയോഗിച്ചിട്ടാണ് അവരെ അടിക്കുന്നത്. അതും ആഞ്ഞ് തലയ്ക്കടിക്കുകയാണ്. ഞാൻ പോലീസ് ട്രെയിനിങ് ദൃശ്യം അത് വളരെ പ്രകടവുമായിരുന്നു. പോലീസുകാർ പിടിച്ചു മാറ്റിയവരാണ്. ആ പോലീസുകാർ തന്നെ, അവിടെ ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന പോലീസുകാർ തന്നെ അമ്പരപ്പോടുകൂടിയാണ് തിരിഞ്ഞു നോക്കുന്നത് എന്താണ് സംഭവിക്കുന്നത് എന്ന്. ദൃശ്യങ്ങളിൽ അത്രമേൽ വ്യക്തവുമാണ്. പിന്നെ ഈ പോലീസുകാർ തല്ലുമോ എന്ന് ചോദിച്ചാൽ അതിൽ വിദ്യാഭ്യാസമൊന്നും ഒരു മാനദണ്ഡമേ അല്ല എന്നുള്ളതാണ്. നമുക്ക് ജോർജ് ഫ്ലോയ്ഡ് എന്നൊരു കറുത്ത വർഗ്ഗക്കാരനെ കഴുത്തിൽ കാൽമുട്ടമർത്തി കൊന്നു കളഞ്ഞ ആളുണ്ട്. വലിയ വികസനവും വലിയ വിദ്യാഭ്യാസവും ഒക്കെ അവകാശപ്പെടുന്ന ഒരു രാജ്യത്തിന്റെ പോലീസ് പ്രതിനിധിയാണ്. എന്താണ് കാര്യം? അതിലൊന്നും കാര്യമില്ല. മർദ്ദകൻ എന്നും മർദ്ദകനായിരിക്കും എന്നുള്ളതേ ഉള്ളൂ. അത് പിണറായി വിജയനെ മർദ്ദിച്ച പോലീസും മർദ്ദകനാണ്, ഇപ്പോഴത്തെ പോലീസും മർദ്ദകനാണ്. ഒരുപക്ഷെ ത്വര ഇപ്പോൾ കൂടുതലായിരിക്കും. കാരണം പോലീസ് സ്റ്റേഷനിലടക്കം CCTV ദൃശ്യങ്ങളും നാട് മുഴുവൻ CCTV ദൃശ്യങ്ങളും ഇത്രയധികം സമൂഹ മാധ്യമങ്ങളും ജനകീയ ഇടപെടലും ഒക്കെ ഉണ്ടാകുമ്പോഴും ആളുകൾക്ക് മേൽ കൈവെക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ ത്വര, മനുഷ്യന്റെ ആരോഗ്യത്തിന് മേലും ശരീരത്തിന് മേലും കൈവെക്കാൻ കഴിയുന്ന ത്വര കുറച്ച് കൂടിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ കാലം പുരോഗമിക്കുമ്പോൾ എന്നുള്ളതാണ്.